നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. വളരെ എളുപ്പത്തിലും അതേപോലെ തന്നെ നെല്ലിക്ക കുറച്ച് കാലം നമുക്ക് കേടുകൂടാതെ എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ നെല്ലിക്ക നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നെല്ലിക്ക നമ്മൾ കൂടുതൽ സമയം തിളപ്പിച്ചെടുക്കരുത്. നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. എന്നിട്ട് നെല്ലിക്കയുടെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ അല്ലികൾ വേർപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നമ്മളൊന്ന് കത്തി വെച്ച് കൊടുത്താൽ തന്നെ മതി. ചൂടായാൽ നന്നായിട്ട് വേർപ്പെട്ട് വരും. എന്നിട്ട് അതിൻ്റെ കുരുകളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അല്ലികൾ മാത്രമായിട്ട് എടുക്കുക. ഇനി നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ലേശം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അച്ചാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി എടുക്കുന്നുണ്ട്. അച്ചാർ പൊടി ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം വളരെ സിമ്മിലാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം വളരെ സിമ്മിൽ പറഞ്ഞാൽ അത്രയും സിമ്മിലാണ് കേട്ടോ. ആ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. എല്ലാം കൂടെ ഒന്ന് 2 മിനിറ്റ് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് വേവിച്ചു അല്ലികളൊക്കെ വേർപ്പെടുത്തി ഇനി നമ്മൾ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് വേവിച്ച നെല്ലിക്കയല്ല, അതുകൊണ്ട് 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്കുള്ള മറ്റ് ചേരുവകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം തീരെ ഇതിലൊന്നും പാടില്ല കേട്ടോ. നല്ല കണ്ടില്ല, നെല്ലിക്ക നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ ആയിരിക്കണം, എന്നാലാണ് നെല്ലിക്ക കേടുകൂടാതെ ഇരിക്കുള്ളൂ. ഇനി നെല്ലിക്ക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് ഇട്ടെടുക്കണം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണയും മുളക് പൊടിയൊക്കെ കൂടി നന്നായി യോജിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ കുറച്ച് ഉലുവപ്പൊടിയും അതേപോലെ കുറച്ച് കടുക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/2 ടീസ്പൂൺ കടുക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെല്ലിക്ക കേടുകൂടാതെ ഇരിക്കാൻ നമുക്ക് വിനാഗിരി ഒഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന രീതിയിലായി കിട്ടണം, അല്ലെങ്കിൽ എന്തായാലും നെല്ലിക്ക കേടുവരും. അതുപോലെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
നെല്ലിക്കച്ചാറൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ 2-3 അച്ചാറും കൂടെ വേറെ കാണിക്കുന്നുണ്ട്. ഇത് ബീഫ് അച്ചാർ ഇട്ടതാണ്, അതേപോലെ നാരങ്ങ അച്ചാറുണ്ട്. ഇതൊക്കെ നമ്മൾ പാത്രത്തിലാക്കുന്നതും കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ചാറുകൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലാക്കുന്നത്. ഇപ്പം നെല്ലിക്കച്ചാറും അതേപോലെ നാരങ്ങച്ചാറും ബീഫ് അച്ചാറുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ബീഫ് അച്ചാറിൻ്റെയും നാരങ്ങച്ചാറിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പാത്രത്തിലാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അച്ചാറൊക്കെ തയ്യാറാക്കൽ കഴിഞ്ഞു. അത് പാത്രത്തിൽ നിന്ന് തണുത്തതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് കൊടുത്തയക്കാനുള്ള ബോട്ടിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അത് തണുത്തതിന് ശേഷം ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അച്ചാറിൻ്റെ മീതെ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഹോസ്റ്റലിലേക്കുള്ളതാണ്, അധികകാലമൊന്നും ഇരിക്കില്ല. എന്നാലും ഇതിൻ്റെ മീതെ കുറേശ്ശെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫ് എടുത്തിട്ട് നമ്മൾ അച്ചാർ തയ്യാറാക്കിയ 2 ചെറിയ പാത്രങ്ങളിൽ നിറക്കാനുള്ളതില്ല, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 1 കിലോനോണ്ട് നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ അച്ചാറുകൾ തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.